ഗുഡ് മോർണിംഗ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് S3 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനുള്ള ഫണ്ടമെൻറ്റൽസ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്റ്റാണ്. സബ്ജക്റ്റിൻ്റെ കോഡ് വരുന്നത് 3024 ആണ്. അപ്പോൾ ഇതാണ് സബ്ജക്റ്റിൻ്റെ സിലബസ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് മോഡ്യൂളിലേക്ക് വരികയാണെങ്കിൽ ദ ടോപ്പിക്സ് ആർ ബേസിക് ടേംസ് ഇൻ ഇലക്ട്രിസിറ്റി, കറണ്ട് ആൻഡ് EMF, റെസിസ്റ്റൻസ്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഓംസ് ലോൻ്റെയും കിർച്ചോഫ് ലോസിൻ്റെയും ഡിഫറെൻറ്റ് പ്രോബ്ലംസ്, and then Faraday's laws of electromagnetic induction, Lenz's law for continuation for the AC voltage generation, പിന്നെ AC വോൾട്ടേജിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ടേംസ്, ആൻഡ് ഫൈനലി ഇലക്ട്രിസിറ്റി പവർ, പിന്നെ എനർജി ബിൽ കാൽക്കുലേഷൻ, അതാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലം വരുന്നത് ഇലക്ട്രിസിറ്റി ബിൽ കാൽക്കുലേഷനും പിന്നെ കിർച്ചോഫ് ലോ ബേസ് ചെയ്തിട്ടുള്ള ലൂപ്പിൻ്റെ പ്രോബ്ലംസുമാണ്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള വോൾട്ടേജ്, EMF അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയുള്ള എക്സ്പ്ലനേഷനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ടോപ്പിക്കിൽ തന്നെ EMFൻ്റെയും പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെയും ഡിഫറൻസസ് ഒക്കെയാണ് വരുന്നത്. ഞാൻ തിയറി ടോപ്പിക്കിലേക്ക് കൂടുതൽ പോകുന്നില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസാണ് നമ്മൾ ഇവിടെ കവർ ചെയ്യുന്നത്. അപ്പോൾ പ്രോബ്ലംസിലേക്ക് വരികയാണെങ്കിൽ ഇതപ്പോൾ റെസിസ്റ്റൻസിൻ്റെ ഒരു പ്രോബ്ലം വരുന്നുണ്ട്, സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷനിൽ. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് പാരലൽ കോമ്പിനേഷനാണ്. അപ്പോൾ സീരീസിലും പാരലലും ദ ഇക്വേഷൻസ് ഫോർ ദ ഇക്വലന്റ് റെസിസ്റ്റൻസ് ആർ ഡിഫറെൻറ്റ്. സോ സീരീസിൻ്റെ കാര്യത്തിൽ അത് R സീരീസ് ഈക്വൽ ടു R1 + R2 + R3 ഇതിൻ്റെ ടോട്ടലായിട്ടുള്ള സമ്മാണ് വരുന്നത്. അപ്പോൾ അത് ഇത്തിരി സിമ്പിളാണ് കമ്പയർഡ് ടു പാരലൽ. ഇൻ പാരലൽ the case is different in which the resistance is calculated by 1/R1 + 1/R2 + 1/R3. ബട്ട് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ 1/RP ആണ് റെസിസ്റ്റൻസ് വരുന്നത്, അല്ലാതെ RP അല്ല 1/R1 + 1/R2 + 1/R3. അപ്പോൾ അത് ശ്രദ്ധിക്കുക. കാരണം പലപ്പോഴും മിസ്റ്റേക്സ് വരുന്നത് RP എന്ന് പറഞ്ഞിട്ടാണ് 1/R1 + 1/R2 + 1/R3. അങ്ങനെയല്ല, ഈ 1/R1 + 1/R2 + R3 കാൽക്കുലേറ്റ് ചെയ്ത ശേഷം അതിൻ്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് വേണം ആണ് പാരലലി ഇക്വലൻ്റ് റെസിസ്റ്റൻസ് വരിക. അപ്പോൾ അത് സ്പെസിഫിക്കലി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ആണ് വരുന്നത്. ആദ്യം സീരീസ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ഇൻ വിച്ച് 5 ohm, 4 ohm, 3 ohm റെസിസ്റ്റൻസ് ആർ കെപ്റ്റ് ഇൻ സീരീസ്. അപ്പോൾ അങ്ങനെ സീരീസ് ആയിട്ടുള്ളത് വരുമ്പോൾ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് വിൽ ബി 5 + 4 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 + 4 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 12. അപ്പോൾ 12 ഡിവൈഡഡ് ബൈ 12 വോൾട്ടിൻ്റെ ഒരു സപ്ലൈ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബൈ ഓംസിലോ ആണ് I = V/R അല്ലെങ്കിൽ V/I = R എന്ന് പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ കറണ്ട് കണ്ടുപിടിച്ചിരിക്കുന്നത് 12 volt / 12 ആംപിയർ. അപ്പോൾ അങ്ങനെ 1 ആംപിയർ. അപ്പോൾ ഓരോ റെസിസ്റ്ററിൻ്റെ അക്രോസും ആ വോൾട്ടേജ് കിട്ടണമെങ്കിൽ I = I × R ചെയ്തിട്ട് 1 × 5 1 × 4 1 × 3 അങ്ങനെ 1 volt 4 volt 3 volt ആയിട്ട് ഇക്വലൻ്റ് കിട്ടിയിരുന്നു. ഇനി നെക്സ്റ്റ് പ്രോബ്ലത്തിൽ നോക്കുകയാണെങ്കിൽ ഇത് പാരലായിട്ടാണ് കണക്ഷൻ വരുന്നത്. അപ്പോൾ ആദ്യം പാരലായിട്ട് 3 കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? ഓരോന്ന് ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. ആദ്യം 10ഉം 12ഉം ഗ്രൂപ്പ് ചെയ്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇക്വലൻ്റ് റെസിസ്റ്റൻസ് ആയിട്ട് കിട്ടിയത് എത്ര? 120/22 കിട്ടി. പിന്നെ 120/22 കിട്ടി. പക്ഷേ അതിനെക്കാട്ടിലും എളുപ്പമായിട്ടുള്ളൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ കറണ്ട് അക്രോസ് ഡിഫറെൻറ്റ് റെസിസ്റ്റേഴ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ വോൾട്ടേജ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ വിൽ ബി സെയിം. അപ്പോൾ പാരലൽ കണക്ഷൻ്റെ അഡ്വാൻറ്റേജ് അതാണ്, 3 റെസിസ്റ്ററിൻ്റെ ഇടയിലും വോൾട്ടേജ് സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? I = V/R എന്ന് പറഞ്ഞുള്ള ഇക്വേഷനിൽ I1, I2, I3 സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ചു. ഇത് I3 ആണ്, പ്ലീസ് നോട്ട്. അപ്പോൾ I1 = V/R1, I2 = V/R2, I3 = V/R3. അങ്ങനെ 3 കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടോട്ടൽ കറണ്ടാണ് ഈ ഒരു പ്രോബ്ലത്തിൽ കണ്ടുപിടിക്കാനുള്ളത്. അങ്ങനെ അത് 3 സം ചെയ്തപ്പോൾ നമുക്ക് ടോട്ടൽ കറണ്ട് ലഭിച്ചു. പിന്നെ വരുന്നത് ഇതൊരു ഫൈൻഡ് ദ കറണ്ടിൻ്റെ സർക്യൂട്ട് പറഞ്ഞിട്ട് ഇത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടാണ് തോന്നുന്നെങ്കിലും ഇത് എത്ര റെസിസ്റ്റേഴ്സ് 5 എന്നും 6 റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്റ്റഡ് ആണ്. ടോട്ടൽ റെസിസ്റ്റൻസ് 9 വോൾട്ട് എന്ന് പറഞ്ഞ വോൾട്ടേജ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. I =
സ്ട്രക്ചർ അനുസരിച്ചിട്ട് നമ്മൾ ആദ്യം പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. പവറിൻ്റെ ഇക്വേഷൻ വന്നത് പിന്നെ ഇലക്ട്രിക്കൽ എനർജീൻ്റെ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷനാണ് വാട്ട്സും ടി ഈക്വൽ ടു ടൈം ഇൻ അവേഴ്സും ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. SI യൂണിറ്റ് ഓഫ് ടൈം സെക്കൻഡ്സ് ആണെങ്കിൽ കൂടി ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ടൈം ഇൻ അവേഴ്സാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഒരു പ്രോബ്ലം സിമ്പിളായിട്ട് വരുന്നത് 625 ഓമിൻ്റെ റെസിസ്റ്റൻസ് ഉള്ളൊരു ബൾബിൻ്റെ ഫിലമെൻറ്റ് 0.4 ആംബിയറുള്ള ഒരു ഇതെടുക്കുന്നു, കറണ്ട് എടുക്കുന്നു. അപ്പോൾ 5 മണിക്കൂർ അത് 5 മിനിറ്റ് അത് വർക്ക് ചെയ്യിപ്പിച്ചാൽ എത്ര പവർ കൺസ്യൂം ചെയ്യുന്നുള്ള പ്രോബ്ലം വരുന്നു. P ഈക്വൽ ടു I²R എന്ന് പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ട് P കണ്ടുപിടിക്കാം. 100 വോൾട്ടാണ് കിട്ടിയത്. പിന്നെ എനർജി ഈക്വൽ ടു P × T ഡിവൈഡ് ബൈ 1000 നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷൻ. അപ്പോൾ അതിൻ്റെ ഇക്വാലൻ്റ് വരുന്നത് 0.0083 kWh. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ആൻസർ കിട്ടുന്നത് kWh എന്ന് പറഞ്ഞ യൂണിറ്റിലാണ്. അപ്പോൾ അതാണ് ഇമ്പോർട്ടൻ്റ് യൂണിറ്റ്. നമ്മുടെ ബിൽ കാൽക്കുലേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു യൂണിറ്റാണ് എന്ത്, kWh. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം വരുന്നത് എനർജി ബിൽ കാൽക്കുലേഷൻ ആണ്. 10 ലാംപ്സ് ഓഫ് 60 വാട്ട് വർക്കിംഗ് ഫോർ 8 hours. അപ്പോൾ അതിൻ്റെയാണ് kWh1 വരുന്നത് 10 × 60 × 8. 10 ലാമ്പ് 60 വോൾട്ട് ഇൻറ്റു 8 എന്ന് പറഞ്ഞപ്പോൾ 8 മണിക്കൂർ വർക്ക് ചെയ്തു ഡിവൈഡ് ബൈ 1000. അപ്പോൾ ആ ഒരു ഫസ്റ്റ് പോയിന്റിൽ കൊടുത്തിരുന്ന 10 ലാമ്പിൻ്റെ മറ്റേ പവറാണ് എന്ത് 4.8 kWh. അതുപോലെ റെസ്പെക്റ്റീവ്ലി 4 ലാംപ്സും പിന്നെ 1 കിലോവാട്ടിൻ്റെ ഒരു മോട്ടറും പിന്നെ ഒരു ഹീറ്ററിൻ്റെയും എന്താണ് പവർ കൺസംഷനാണ് എത്ര വരുന്നത് 0.96 kWh, 2 kWh പിന്നെയും 2 kWh. അപ്പോൾ ടോട്ടലായിട്ടുള്ള എനർജി എന്താണ് ഈ നാളത്തിനും സമ്മായിരിക്കും 79.76 kWh. അപ്പോൾ റേറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 1 kWh യൂണിറ്റാണ്. ഒരു kWh 2.5 റുപ്പീസാണ് വരുന്നത്. അപ്പോൾ 9.76 kWh എന്നുള്ള റേറ്റ് വരുന്നത് 24.4 റുപ്പീസാണ്. അപ്പോൾ 30 ദിവസത്തിന് ഇലക്ട്രിസിറ്റി ബില്ല് എത്ര വരുന്നു കണ്ടുപിടിക്കാനായിട്ട് 30 × 24.4 അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലമാണ്. നിങ്ങൾക്ക് മാർക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാം. പിന്നെ ഇതിൽ ചേഞ്ചസ് വരുന്നത്, അപ്പോൾ ഇതിൽ പലപ്പോഴും എന്താണ് നമ്പർ ഓഫ് ഡേയ്സ് 30 ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ മന്ത് ഏതാണെന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ നവംബർ മന്ത് ആണെങ്കിൽ 30 ദിവസം ഉണ്ടാവും, ജനുവരി മന്ത് ആണെങ്കിൽ 31 ദിവസം ഉണ്ടാവും, അങ്ങനെ. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇവിടെ എന്താണ് സ്പെസിഫിക്കലി മെൻഷൻഡ് ആയിരിക്കും എന്ത് എത്ര ആ മാസത്തിൽ എത്ര ദിവസം ഉണ്ടാകുന്നു. അപ്പോൾ ഇതും സിമിലർ പ്രോബ്ലമാണ്, നിങ്ങൾക്ക് ഗോ ത്രൂ ചെയ്യാൻ പോസ് ചെയ്തിട്ട്. പിന്നെ വരുന്നത് KVL ഉം KCL ഉം യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ്. KVLൻ്റെ ഇക്വേഷൻ എന്താണെന്ന് വരുന്നത് ഈ ഒരു ലൂപ്പിൽ സം ഓഫ് കറണ്ട് വോൾട്ടേജസ് ഇൻ ദ ലൂപ്പ് വിൽ ബി ഈക്വൽ എന്നാണ് പറയുന്നത്. അപ്പോൾ VS വിൽ ബി ഈക്വൽ ടു V1 + V2 + V3. അപ്പോൾ ഈ ഒരു വോൾട്ടേജ് ടോട്ടലി എന്താണ് വോൾട്ടേജ് ഡ്രോപ്പും പിന്നെ നമ്മൾ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ KVL യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ലൂപ്പായിട്ടുള്ളൊരു സർക്യൂട്ടിലാണ്. KCL അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിഫറൻറ്റ് ഇതായിട്ട് വരും. ലൂപ്പ് യൂസ് ചെയ്യണതിന് നമ്മളിവിടെ എന്താണ് യൂസ് ചെയ്യുക, നോഡാണ് യൂസ് ചെയ്യുക. അപ്പോൾ KVL നമ്മൾ കണ്ടുപിടിക്കുന്നത് മെയിനായിട്ട് വോൾട്ടേജ് എംഫസൈസ് ചെയ്തിട്ടാണ് KVL വരുന്നത്. വേറെ കറണ്ടിലോ KCL വരുന്നത് കറണ്ട് എംഫസൈസ് ചെയ്തിട്ടാണ്. അപ്പോൾ KCLൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് വെച്ചാൽ കറണ്ട് ലീവിങ് ദ നോഡ് വിൽ ബി ഈക്വൽ ടു കറണ്ട് എൻറ്ററിങ് ദി നോഡ്. അപ്പോൾ അതാണ് KCL വരുന്നത്. പിന്നെ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇതിൻ്റെ പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫസ്റ്റ് KVLൻ്റെ പ്രോബ്ലമാണ് ഒരു ലൂപ്പ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുകയാണെങ്കിൽ ലൂപ്പ് 1 ഫസ്റ്റ് ലൂപ്പ് 1 എടുക്കുകയാണെങ്കിൽ 50 വോൾട്ടിൻ്റെ ഒരു സപ്ലൈ ആണുള്ളത്. അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ എഴുതി വെച്ചു. പിന്നെ വരുന്നത് ഒരു റെസിസ്റ്ററാണ്. അപ്പോൾ റെസിസ്റ്ററിൻ്റെ അക്രോസ് എന്താണ് വോൾട്ടേജ് ഡ്രോപ്പാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ റെസിസ്റ്ററുള്ള പ്ലേസിൽ നമ്മൾ മൈനസ് കിട്ടും. അപ്പോൾ -10 അപ്പോൾ റെസിസ്റ്റൻസ് വോൾട്ടേജ് റിലേഷൻ പറയുമ്പോൾ V = I × R ആണ് വരുന്നത്. അപ്പോൾ -10 × I1 ആണ് ഈ ലൂപ്പിലെ വോൾട്ടേജ് വരുന്നത്. പിന്നെ മൂന്നാമത് ഈ ലൂപ്പിൽ വരുന്നത് 4 ഓമിൻ്റെ റെസിസ്റ്ററാണ്. പക്ഷേ അതെന്താണ് രണ്ട് ലൂപ്പിലും കോമൺ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ -4 × I1. ഇപ്പോൾ ഈ ലൂപ്പിൻ്റെ കാര്യമാണ് നമ്മൾ I1 എന്നുള്ള ലൂപ്പിൻ്റെ കാര്യമാണ് മെയിനായിട്ട് എടുക്കുന്നത്. അപ്പോൾ I1 നമ്മൾ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഫസ്റ്റ് എഴുതിയിട്ട് പിന്നെ I2 4 × I1 - I2. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വരുന്ന ഇക്വേഷനാണ് -14 I1 + 4 I2 + 20 = 0. നമ്മൾ റീഅറേഞ്ച് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ സ്റ്റെപ്സ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ 20 ഇപ്പുറത്തേക്ക് എടുത്തിട്ട് നെഗറ്റീവ് ഇൻറ്റു മൈനസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടി? 14I1 മൈനസ് 4I2 ഈക്വൽ ടു 20. എന്നിട്ട് എന്ത് ചെയ്തു? ഇതിൽ കോമൺ ആയിട്ട് രണ്ടും കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് 7I1, 14ൻ്റെ പകുതി 7, 4ൻ്റെ പകുതി 2, 20യുടെ പകുതി 10. 7I1 മൈനസ് 2I2 ഈക്വൽ ടു 10 എന്നുള്ള ഇക്വേഷനായിട്ട് എഴുതിയിരിക്കുന്നു. പിന്നെ ലൂപ്പ് 2ലേക്ക് വരുമ്പോൾ എന്താണുള്ളത്? 12 വോൾട്ടിൻ്റെ ഒരു സപ്ലൈയും 8 ഓമിൻ്റെ ഒരു റെസിസ്റ്ററും പിന്നെ എന്താണ് ആ 4 ഓമിൻ്റെ രണ്ട് ലൂപ്പിലും കോമൺ ആയിട്ട് വരുന്ന ഒരു റെസിസ്റ്ററും കൂടി വരും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ലൂപ്പ് 2ൽ എന്ത് വരും? 12 വോൾട്ടിൻ്റെ സപ്ലൈ മൈനസ് 8I2 മൈനസ് 4 ഇൻറ്റു അപ്പുറത്തെ കേസിൽ നമ്മൾ I1 മൈനസ് I2 നിർത്തുന്നു. ഇതിന് നമ്മൾ I2 ആണ് നിർത്തുന്നത്. അപ്പോൾ I2 മൈനസ് I1 ഈക്വൽ ടു 0. പിന്നെ 12 മൈനസ് 8I2 മൈനസ് 4I2 പ്ലസ് 4I1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അങ്ങനെ അത് യൂസ് ചെയ്യുമ്പോൾ ഫൈനലായിട്ട് കിട്ടുന്ന ഇക്വേഷനാണ് 4I1 മൈനസ് 12I2 ഈക്വൽ ടു മൈനസ് 4. അപ്പോൾ അതിന് നമ്മൾ ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ 4 ഡിവൈഡഡ് ബൈ 4 1I1 പിന്നെ അതായത് സിംപ്ലി I1 12 ഡിവൈഡഡ് ബൈ 3 3I2 പിന്നെ 12 ഡിവൈഡഡ് ബൈ 4 3I2. നേരത്തെ പറഞ്ഞു 12 ഡിവൈഡഡ് ബൈ 3 ആണ്. 12 ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു 3, അതായത് മൈനസ് 12 ഡിവൈഡഡ് ബൈ 4 മൈനസ് 3I2 മൈനസ് 12 ഡിവൈഡഡ് ബൈ 4 മൈനസ് 3. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആണ് വേണ്ടത്. അപ്പോൾ ഏതെങ്കിലും ഒരു വാല്യൂവിന് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് ഒഴിവാക്കണം. അപ്പോൾ ആദ്യത്തെ ഇക്വേഷനായ 7I1 മൈനസ് 2I2 ഈക്വൽ ടു 10 നമ്മൾ 10ലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2നെ ഇൻറ്റു 7 ചെയ്യുന്നു. അപ്പോൾ 7 ഇൻറ്റു I1 മൈനസ് 3 ഇൻറ്റു 7 മൈനസ് 21I2 ഈക്വൽ ടു 3 ഇൻറ്റു 7 മൈനസ് 21. അപ്പോൾ അങ്ങനെ മൂന്നാമത്തെ ഒരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ 3 നമ്മൾ ഒന്നും എടുത്താൽ ഈ 7I1ഉം ഇവിടെ വന്ന് 7I1ഉം ക്യാൻസൽ ആയി പോകും. പിന്നെ മൈനസ് 2I2 മൈനസ് 21I2 ആണുള്ളത്. മൈനസ് 2I2 മൈനസ് ഓഫ് മൈനസ് 21I2 എന്ന് വരുമ്പോൾ മൈനസ് 19I2 വരും ഈക്വൽ ടു മൈനസ് 31. അപ്പോൾ അങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ I2 ഈക്വൽ ടു മൈനസ് 31 ഡിവൈഡഡ് ബൈ മൈനസ് 90 ഈക്വൽ ടു 1.631 ആംപിയർ. അപ്പോൾ I2 നമുക്ക് കിട്ടി. ഇനി ബാക്കിയുള്ളത് I1 ആണ്. അപ്പോൾ ലൂപ്പ് 1ൻ്റെ ഏതെങ്കിലും ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ലൂപ്പ് 2ൻ്റെ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇപ്പോൾ ഇതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ I1 മൈനസ് 3I2 ഈക്വൽ ടു മൈനസ് 3 ആണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യുക? I2 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ I1 മൈനസ് 3 ഇൻറ്റു 1.631 ഈക്വൽ ടു മൈനസ് 3. അതിൽ I1 മാത്രം ഒരു സൈഡിലേക്ക് കീപ്പ് ചെയ്തിട്ട് ബാക്കിയെല്ലാം എപ്പുറത്തേക്ക് എടുത്താൽ I1 ഈക്വൽ ടു മൈനസ് 3 പ്ലസ് 4.893 അതായത് 1.89 ആംപിയർ. അപ്പോൾ രണ്ട് I1ഉം I2ഉം കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ KVL ഒരു പ്രോബ്ലം ചെയ്യുക. സിമിലർലി KCL പ്രോബ്ലം വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ I1, I2, I3 ആദ്യം ഇക്വേഷൻ എംഫസൈസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ വോൾട്ടേജ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. കമ്പാരിറ്റീവ്ലി സിമ്പിളായിട്ടാണ്. ഈ ഒരു ലൂപ്പ് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെയാണ് ഒരു നോഡ് വരുന്നത് V എന്ന് പറഞ്ഞിട്ട്, ബാക്കി റെസിസ്റ്ററിനുണ്ട്. അപ്പോൾ നോഡ് വോൾട്ടേജ് നമ്മൾ ടോട്ടലായിട്ട് V ആയിട്ട് എടുക്കും. അപ്പോൾ എന്നിട്ട് ആ നോഡിൽ നിന്ന് 3 കറണ്ട് ലീവ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. I1 പ്ലസ് I2 പ്ലസ് I3 ഈക്വൽ ടു 0 ആണ്. സം ഓഫ് കറണ്ട് ലീവിങ് ഈക്വൽ ടു സം ഓഫ് കറണ്ട് എൻറ്ററിങ്. അപ്പോൾ ഈ ഒരു ലൂപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു നോഡിൽ കറണ്ട് ഒന്നും എൻ്റർ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 0 ആണ് എൻ്ററിങ് കറണ്ട്. അപ്പോൾ ലീവിങ് കറണ്ടാണ് I1 പ്ലസ് I2 പ്ലസ് I3. അപ്പോൾ I1 ഈക്വൽ ടു I1നെ നോക്കുകയാണെങ്കിൽ എന്താണ്? V ഉണ്ട്. V നമ്മളുടെ നോഡ് വോൾട്ടേജ് V ആണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ 84 വോൾട്ടിൻ്റെ ഒരു സപ്ലൈ ഉണ്ട്. അപ്പോൾ V പ്ലസ് 84 ഡിവൈഡഡ് ബൈ 12 I ഈക്വൽ ടു V ബൈ R. അപ്പോൾ 12 ഓം ആണ് റെസിസ്റ്റൻസ്. V പ്ലസ് 84 ബൈ 12. I2 ഈക്വൽ ടു V ബൈ 6 ഓം, വേറെ സപ്ലൈ ഒന്നുമില്ല അവിടെ. I3 ഈക്വൽ ടു V പ്ലസ് 21 ഡിവൈഡഡ് ബൈ 3, 21 വോൾട്ടും പിന്നെ 3 ഓമിൻ്റെ റെസിസ്റ്ററും. അപ്പോൾ നമ്മൾ I1 പ്ലസ് I2 പ്ലസ് I3 ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ടേംസൊക്കെ ഇപ്പുറത്തേക്ക് പോയാൽ 0 ആയിട്ട് മാറും. ബാക്കിയൊക്കെ എക്സ്പാൻഡ് ചെയ്യുക. അങ്ങനെ നോക്കുമ്പോൾ 7V പ്ലസ് 168 ഈക്വൽ ടു 0 കിട്ടും. ഇപ്പോൾ V ഈക്വൽ ടു മൈനസ് 24 എന്ന് കിട്ടും. അപ്പോൾ അതിൽ നമ്മൾ V കിട്ടിയല്ലോ. V കിട്ടിയ ശേഷം I1 പ്ലസ് I2 പ്ലസ് I1 I2 സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അങ്ങനെ കിട്ടിയ വാല്യൂസാണ് 5 ആംപിയർ, മൈനസ് 4 ആംപിയർ, മൈനസ് 1 ആംപിയർ. അപ്പോൾ I3 എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ എന്ത് ചെയ്യണം? I3 ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ I1 ഈക്വൽ ടു 5 ആംപിയർ, I2 ഈക്വൽ ടു മൈനസ് 4 ആംപിയർ, I3 ഈക്വൽ ടു മൈനസ് 1 ആംപിയർ. അത്രയേ ഉള്ളൂ.
അപ്പോൾ പിന്നെ അടുത്ത് വരുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോ ആണ്. ഫസ്റ്റ് ലോ വരുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കിങ് എ കണ്ടക്ടർ ഓർ കോയിൽ ചേഞ്ചസ് ആൻഡ് EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ഇറ്റ്. ഇത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. 2 ലോസ് 3 മാർക്സിന് ചോദിക്കാം. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ EMF ഇൻഡ്യൂസ്ഡ് ഇൻ എ കണ്ടക്ടർ ഓർ കോയിൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ്. അപ്പോൾ ഇതിൽ വരുന്നത് EMF ഈക്വൽ ടു -n dφ/dt അല്ലെങ്കിൽ Δφ/Δt ആണ്. ഈക്വൽ ടു ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ഓർ EMF, പിന്നെ n നമ്പർ ഓഫ് ടേൺസ് ഓർ ലൂപ്സ് ഇൻ ദ കണ്ടക്ടർ, പിന്നെ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് അക്കോർഡിംഗ് ടു ദ ടൈം, ചേഞ്ച് ഇൻ ടൈം. പിന്നെ ലെൻസ് ലോ ആണ് ഇതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആവുന്നതാണ് ലെൻസ് ലോ പറയുന്നത്. അപ്പോൾ ഈ -n വരുന്നത് ലെൻസ് ലോ കാരണമാണ്. പിന്നെ വരുന്നത് ഇതിൻ്റെ ഡയറക്ഷൻ അറിയാൻ വേണ്ടിയിട്ട് ഈ ലെൻസ് ലോ കിട്ടാനുള്ള കാരണം ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളാണ്. അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റാണെന്ന് കണ്ടുപിടിച്ചത്. അപ്പോൾ EMF ഇൻഡ്യൂസ്ഡ് 2 ടൈപ്പിലുണ്ട്. സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMFും ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF. സ്റ്റാറ്റിക്കൽ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് നോ മൂവ്മെൻറ്റ്, അത് 2 ടൈപ്പ് ഉണ്ട്, മ്യൂച്വലി ഇൻഡ്യൂസ്ഡും സെൽഫ് ഇൻഡ്യൂസ്ഡും. പിന്നെ ഡൈനാമിക്കലി എന്ന് പറഞ്ഞാൽ വിത്ത് ദ മൂവ്മെൻറ്റ് ഓഫ് ദ കണ്ടക്ടർ ബിറ്റ്വീൻ 2 മാഗ്നറ്റിക് പോൾസ്. അപ്പോൾ ഇതാണ് ഒരു മറ്റേ AC വോൾട്ടേജിൻ്റെ ജനറേഷൻ വരുന്നത്. അപ്പോൾ ഓരോ സ്റ്റേജിലും എന്താണ് ഗ്രാജുവലി ഇൻക്രീസ് ആയിട്ട് പിന്നെ അടുത്ത ലൂപ്പിൽ ഡിക്രീസ് ആയിട്ട് ഒരു 360 ഡിഗ്രി ആംഗിളിൽ നമുക്ക് AC വേവ് ഫോം കിട്ടും. അപ്പോൾ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ AC വേവ് ഫോമിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ്. അപ്പോൾ ടേംസിൽ മെയിനായിട്ടുള്ളത് ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ടൈം ടേക്കൺ ബൈ ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ടു കംപ്ലീറ്റ് വൺ ലൂപ്പ്. അപ്പോൾ ഈ ഒരു പോസിറ്റീവ് 0 എന്ന് തുടങ്ങി പോസിറ്റീവ് സൈക്കിൾ കഴിഞ്ഞ് 0-ലേക്ക് എത്തി, പിന്നെ നെഗറ്റീവ് സൈക്കിളിലൂടെ കടന്ന് പിന്നെയും 0-ലേക്ക് എത്തിയാലാണ് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ആ സൈക്കിൾ കംപ്ലീറ്റ് ആക്കാൻ എടുക്കുന്ന ടൈമാണ് ടൈം പീരീഡ്. പിന്നെ ഫ്രീക്വൻസി പറഞ്ഞത് അതിൻ്റെ ടൈം പീരീഡിൻ്റെ 1/t ആണ് വരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഒരു സെക്കൻഡാണ് നമുക്ക് യൂണിറ്റ് ടൈം. ആ യൂണിറ്റ് ടൈമിൽ എത്ര സൈക്കിൾസ് അല്ലെങ്കിൽ എത്ര കംപ്ലീറ്റ് സൈക്കിൾ തീരുന്നു എന്നുള്ളതാണ് ഫ്രീക്വൻസി വരുന്നത്. അതിൻ്റെ ഇക്വേഷൻ F = 1/t. പിന്നെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ. ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും മാക്സിമം ആയിട്ടുള്ള വാല്യൂ ആണ് ആംപ്ലിറ്റ്യൂഡ്. ഇനി ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്ന് പറഞ്ഞാൽ അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം, ഇന്ന ടൈമിൽ ഇന്ന വാല്യൂ. അപ്പോൾ ആ ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ സമയത്ത് എടുക്കുന്നതാണ് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ. ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ ആവറേജ് വാല്യൂസ് ഓഫ് ഓൾ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ. അപ്പോൾ എല്ലാ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂനും സം ചെയ്തിട്ട് നമ്പർ ഓഫ് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത ആവറേജ് വാല്യൂ. റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഓൾട്ടർനേറ്റിംഗ് സിഗ്നലിനെ DC ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് സെയിം എമൗണ്ട് ഓഫ് ഹീറ്റിനെ ഡിസിപ്പേറ്റ് ചെയ്ത് അതാണ് RMS വാല്യൂ വരുന്നത്. ഇപ്പോൾ VRMS = Vm/√2. ഇത് √2 ആണ് കേട്ടോ, തെറ്റായിരിക്കരുത്. അപ്പോൾ Vm/√2 ആണ് വരുന്നത്. പിന്നെ വരുന്നത് പീക്ക് ഫാക്ടറാണ് KP = Vm/Vm/√2, അതായത് പീക്ക് വാല്യൂ ടു RMS വാല്യൂ. പിന്നെ വരുന്നത് ഫോം ഫാക്ടർ KF = 0.6737 Vm/0.707 Vm, അതായത് 1.11 ആണ് കോമൺ ആയിട്ട് ഫോം ഫാക്ടർ വരുന്നത്. പിന്നെ പവർ ഫാക്ടർ മെയിനായിട്ട് കോസ് ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്. അപ്പോൾ വോൾട്ടേജും കറണ്ടും എന്താണ് ഫേസർ ഡയഗ്രാം വഴി ഡിഫറെൻറ്റ് ഡയറക്ഷനിലാവാം അല്ലെങ്കിൽ സെയിം ഡയറക്ഷനിലാവാം. അപ്പോൾ ആ 2 ക്വാണ്ടിറ്റീസിൻ്റെ ഡയറക്ഷൻ തമ്മിൽ ഒരു ആംഗിളിൻ്റെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കൊസൈൻ എടുത്താലാണ് നമുക്ക് എന്ത് ലഭിക്കുക, പവർ ഫാക്ടർ ലഭിക്കുക. പിന്നെ ലോഡ്സ് ആണ് വരുന്നത്. AC-യിൽ വരുന്നത് ഇൻഡക്ടർ ലോഡ്, റെസിസ്റ്റർ ലോഡ്, കപ്പാസിറ്റൻസ് ലോഡൊക്കെയാണ്. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത അടുത്ത മൊഡ്യൂളുകളിൽ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെസിസ്റ്റൻസിലൂടെ AC കറണ്ട് പോകുമ്പോൾ എന്താ, ഫേസ് ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഈസ് 0 ആൻഡ് പവർ ഫാക്ടർ ഈസ് 1. പിന്നെ ഇൻഡക്ടറിലൂടെ കറണ്ട് പോകുമ്പോൾ എന്താണ് വരുന്നത്, ഇൻഡക്റ്റീവ് റെസിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു 2πfL ohms. ആൻഡ് ഇതിൽ പവർ ഫാക്ടർ എന്താണ്, ലാഗിങ് ആയിരിക്കും, ലീഡിങ് പവർ ഫാക്ടർ ആയിരിക്കും ഫോർ എ സ്പെസിഫിക് വാല്യൂ. വേറാസ് ഇൻ കപ്പാസിറ്റർ ഇറ്റ് വിൽ ബി ലാഗിങ് ബിറ്റ്വീൻ ദ വോൾട്ടേജ് വാല്യൂ. ആൻഡ് പിന്നെ അതിൻ്റെ റിയാക്റ്റൻസ് വാല്യൂവിൻ്റെ ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസും റിയാക്റ്റൻസും സെപ്പറേറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ റൂട്ട് മീൻ സ്ക്വയർ ആണ് എന്ത്, ഇമ്പിഡൻസ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ടേംസ് ആണ്. ഡെഫിനിഷൻസ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതായതുകൊണ്ട് ഡീപ്പായിട്ട് ഞാൻ പോകുന്നില്ല. മൊഡ്യൂളിൽ കൂടുതലായിട്ട് വരുന്നത് 2 പ്രോബ്ലംസും പിന്നെ അതിൻ്റെ ഇക്വേഷൻസും ഒക്കെയാണ്. അപ്പോൾ KVL KCL പ്രോബ്ലംസും
പവർ എനർജി ബിൽ കാൽക്കുലേഷൻ പ്രോബ്ലംസും കൂടുതൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ വരുന്നത് സ്റ്റാർ ഡെൽറ്റ കണക്ഷനും പിന്നെ സ്റ്റാർ കണക്ഷൻ ഡെൽറ്റ കണക്ഷൻ. ഇപ്പോൾ 3 ഫേസ് സിസ്റ്റത്തിൻ്റെ വേരിയസ് കണക്ഷൻ സെറ്റപ്സുകളാണ് സ്റ്റാർ കണക്ഷനും ഡെൽറ്റ കണക്ഷനും. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഫിഗേഴ്സ് വരുന്നത്. കൂടുതൽ ഗോ ത്രൂ ചെയ്യുക നിങ്ങൾ. ഇപ്പോൾ സ്റ്റാർ കണക്ഷൻ നോക്കുകയാണെങ്കിൽ √3 ഇൻറ്റു ഫേസ് വോൾട്ടേജ് ആണ് ടോട്ടൽ വരുന്നത്. പിന്നെ എന്താ ലൈൻ കറണ്ട് ഈക്വൽ ടു ഫേസ് കറണ്ടും വരും. വേറെ ഇൻ ഡെൽറ്റ കണക്ഷൻ ലൈൻ കറണ്ട് ഈക്വൽ ടു √3 ഇൻറ്റു ഫേസ് കറണ്ട് ആൻഡ് ഫേസ് വോൾട്ടേജ് ഈക്വൽ ടു ലൈൻ വോൾട്ടേജ്. ഇതൊക്കെയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ്. നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ഗോ ത്രൂ ചെയ്യേണ്ടത് എന്താണ്, നമ്മുടെ എനർജി ബിൽ കാൽക്കുലേഷൻ്റെ പ്രോബ്ലം. അപ്പോൾ അത് സിമ്പിളായിട്ട് കിട്ടാവുന്നതാണ്. നിങ്ങളുടെ എല്ലാ യൂണിവേഴ്സിറ്റി എക്സാംസിനും ഈ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. നമ്മൾ ക്ലാസ്സിലൊരു കുറച്ചധികം പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്, ഓർമ്മയുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ അത് നിങ്ങൾ ഗോ ത്രൂ ചെയ്യുക. പിന്നെ KVLൻ്റെയും KCLൻ്റെയും പ്രോബ്ലംസാണ് 7 മാർക്സിന്. അതും ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പോവുക. മറ്റേ ബിൽ കാൽക്കുലേഷൻ അപേക്ഷിച്ച് ഇത്തിരി ടഫാണെങ്കിൽ എന്താണ്, അതും അത്യാവശ്യം നല്ല പ്രോബ്ലമാണ്. ഈ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കുന്ന പ്രോബ്ലംസാണ്. അപ്പോൾ താങ്ക് യു. ഇത് ഫസ്റ്റ് മൊഡ്യൂളാണ്. കം ബാക്ക് വിത്ത് സെക്കൻഡ് മൊഡ്യൂൾ ഓഫ് ദ സബ്ജക്റ്റ് 302.